ക്ഷേമ പെൻഷൻ വർധന സർക്കാരിന്റെ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ മാസത്തെ പെൻഷൻ വിതരണം മറ്റന്നാൾ തുടങ്ങും. ലൈഫ് ഭവന പദ്ധതി നിർത്തലാക്കുമെന്ന ആശങ്ക വേണ്ടെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജി നിയമസഭയിൽ പറഞ്ഞു. ക്ഷേമ പദ്ധതികളോടുള്ള പുതിയ സർക്കാരിന്റെ സമീപനം സംബന്ധിച്ചായിരുന്നു ചോദ്യോത്തരവേളയിൽ ഉയർന്ന പ്രധാന ചോദ്യങ്ങൾ. ക്ഷേമ പെൻഷൻ വർധന സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി. ഇതിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുക എന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ക്രമ നമ്പർ 3 ലക്ഷ്യം 12 ഭാഗമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് സംബന്ധിച്ച നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുമെന്നും ഉറപ്പ്. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെയും മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും തള്ളി. ഏതെങ്കിലും ഒരു ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ അത് ഉടനെ പരിശോധിക്കും. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ നവാഗത MLA AD തോമസിന് ചോദ്യമുന്നയിക്കാൻ അവസരം ലഭിച്ചു. നെല്ല് സംഭരണത്തിന് സ്വകാര്യ മില്ലുകളെ മാത്രം ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിച്ച് സപ്ലൈകോ വഴി ആധുനിക സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കുമോ? ലൈഫ് ഭവന പദ്ധതിയുടെ ഭാവി എന്തെന്ന് പ്രതിപക്ഷത്തിന് ആശങ്ക വേണ്ടെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജി. ലൈഫ് പദ്ധതിയിലടക്കം മൊത്തത്തിൽ തന്നെ ഭവന പദ്ധതി പരമാവധി ആളുകൾക്ക് വീടുകൾ ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ നിലവിലുള്ള പദ്ധതികൾ ആണോ പരിശോധിക്കേണ്ടത്, ഇനി വരുന്ന പദ്ധതികൾ ആണോ കൂടെ മെച്ചമുള്ളത് എന്ന് നോക്കി തന്നെയാണ് സർക്കാർ അതിൽ. എല്ലാ നല്ല പദ്ധതികളും തുടരുമെന്നും പ്രതിപക്ഷത്തോട് മന്ത്രി കെ എം ഷാജിയുടെ ഉറപ്പ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.